ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്കൊരു നഴ്സറി കാണാം. നഴ്സറി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പഴങ്ങളാണുള്ളത്. വിദേശ പഴങ്ങളടക്കം ഒരുപാട് പഴങ്ങളാണ് അധികമായിട്ടുള്ളത്. പിന്നെ പൂവിടാത്ത ഇലച്ചെടികൾ ഉണ്ടാവുമല്ലോ, അത് അങ്ങനത്തെ കുറേ ചെടികളുണ്ട്. പൂവിടുന്ന ചെടികൾ, പിന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ, പിന്നെ എന്താ പറയുക, ഒരുപാട് ഈ ആര്യവേപ്പില അതുപോലത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതുപോലെ പുളികൾ, പല ഐറ്റംസ് പുളികൾ, അതുപോലെ തന്നെ കുരുമുളക് പോലത്തെ ജാതി, കറുവ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ കടക്കാരൻ ഏറ്റവും നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് വോയിസ് കുറവാണ്. അതായത് ഇതിൽ മൈക്കൊന്നും ഇല്ലാത്ത കാരണം സാധാ മൊബൈലിൻ്റെ ഇതാണല്ലോ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സൗണ്ട് ഇല്ല. അപ്പോൾ എന്തൊക്കെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവർ എവിടുന്നാണ് ഇത് ഇറക്കുന്നതെന്ന് വെച്ചാൽ മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നേരിട്ട് ഇറക്കുക ചെയ്യുക. അപ്പോൾ 2 ഇടവിട്ട ആഴ്ചകളിൽ പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ ഒക്കെ ഉണ്ട്, ഓലച്ചെടികൾ. അപ്പോൾ ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുജൂനിയ, അതുപോലെ ഏലന്തപ്പഴം, ബറാവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട് 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിച്ചി, പിന്നെ തായ്ലാൻഡ് മാവ്, കാഴ്ച തായ്ലാൻഡ് മാവ് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വലിയ കുഴി എടുത്തിട്ട് അതിൽ വെച്ചാൽ ഉഷാറായിട്ട് ഉണ്ടാവും എന്നാണ് പറയണത്. അതുപോലെ അമ്പഴങ്ങ, ചക്കകളുടെ പല പല ഐറ്റംസ് ചക്കകൾ, ഹെർജാക്ക് ചക്ക, മുട്ടൻ വരിക്ക, പിന്നെ സാദാ ചക്കകൾ, പിന്നെ കടച്ചക്ക, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഒക്കെ പല ഐറ്റംസ്, ചെറുനാരങ്ങ, ബുഷ് ഓറഞ്ച് കുഞ്ഞി ബുഷിൽ ഓറഞ്ച് കാഴ്ചത്, അതുപോലെ തന്നെ മാതളം, ചാമ്പക്കയുടെ പല ചാമ്പക്കകളും, വൈറ്റ് ചാമ്പക്ക ഉണ്ട്, അതുപോലെ തന്നെ ചുവന്ന ചാമ്പക്ക ഉണ്ട്, അതുപോലെ ആപ്പിൾ ചാമ്പക്ക, പിന്നെ ഇലച്ചെടികളിൽ എന്ന് പറയുമ്പം ഈ ഫുജൂനിയ, അതുപോലെ തന്നെ ഈ ക്രിസ്മസ് ട്രീ പോലത്തെ അതുണ്ട്, പിന്നെ അരീക്കൻ ഫാം, പിന്നെ അതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ള ബാംബൂസിലെ മുള ഐറ്റംസിലുള്ള ഇലകൾ വിവിധ തരത്തിലുള്ളത്, അതിൽപ്പെട്ടതാണ് ഈ അരീക്കൻ ഫാമൊക്കെ കേട്ടോ. പിന്നെ ഔഷധ സസ്യങ്ങളുടെ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ അവിടെ പനിക്കൂർക്ക, മുറിയൂട്ടി, തുളസി, ആര്യവേപ്പ്, അതുപോലത്തെ ഒരുപാട് ഐറ്റംസിലുള്ള ഔഷധ സസ്യങ്ങളുണ്ട്. പിന്നെ ഈ സാന്തോളൊക്കെ വിദേശ പഴമാണ് കേട്ടോ. പിന്നെ ചെറീസ്, നമ്മുടെ നാട്ടിലൊക്കെ സാധാ കാണുന്ന ചെറീസ്. അതുപോലെ തന്നെ പുളിയുടെ ഒരു വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ചതുരപ്പുളി, ഓർക്കാപ്പുളി, അങ്ങനെയൊക്കെ ഒരുപാട് പുളികൾ. പിന്നെ അരിനെല്ലിക്ക, സാധാരണത്തെ നെല്ലിക്ക, ഒരുപാട്. പിന്നെ ജാതിക്ക, കറുവാമ്പട്ട, പിന്നെ സർവ്വസുഗന്ധി, ഇതൊക്കെ ഉണ്ട്. ഞാനൊക്കെ വിചാരിച്ച ഈ കറാമ്പൂ ഇല്ലേ, അതിനെ കറുവാമ്പട്ട രണ്ടും ഒരേ മരത്തിലാണ് ഉണ്ടാവുന്നതെന്ന്. പക്ഷെ അത് വിവിധ മരങ്ങളിലാണ് അത്ര ഉണ്ടാവുന്നത്. അതായത് ഞാൻ വിചാരിച്ചിരുന്ന കറാമ്പൂവിൻ്റെ മരത്തിൻ്റെ തോലാണ് കറാമ്പട്ട എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ രണ്ടും 2 ഐറ്റംസ് ആണെന്ന് ഇവർ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഈ ദുരിയാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ട്, കവുങ്ങ്, ദേവദാരു, കൊന്നയുടെ വിവിധ ഐറ്റംസിൽ മുളക്, മണി പ്ലാന്റ് ഒക്കെ ഒരുപാട്, കറ്റാർവാഴ, കുരുമുളക്, ഹാങ്ങിങ് പ്ലാന്റ്സ്, പിന്നെ U4 ബോയ്സ്, ഉറുമാമ്പഴം, തെങ്ങിൻ തൈകൾ, അതുപോലെ ചെമ്പരത്തിയുടെ ഒക്കെ പല പല ഐറ്റംസ് ചെമ്പരത്തികൾ കേട്ടോ. പിന്നെ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മുറയൂർ, വാലഞ്ചേരി, അതിനിടയ്ക്കുള്ള ഹിൽടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഈ കടയുടെ പേര് തന്നെ ഹിൽടോപ്പ് ഗാർഡൻ പ്ലാന്റ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഇവരുടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾക്കൊക്കെ സാധാരണ വിലയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൽ അവരൊരു ഡിസ്കൗണ്ടും തരും നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആദ്യമൊക്കെ ഒരുപാട് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ആ കാർ പോർച്ചൊക്കെ ഉണ്ടാക്കില്ല, അത് അപ്പോൾ കുറേ ചെടികൾ നഷ്ടമായി. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവിടെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. ചെടി വെച്ചിട്ടേ ഉള്ളൂ, വരാൻ സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെടി വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ചെടികളൊക്കെ അന്ന് സംരക്ഷിക്കാൻ പറ്റാത്ത കാരണം നശിച്ചു പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചെടികളൊക്കെ കുഴിച്ചിടണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങണം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് 2 ഫുജീനിയയുടെ 2 തൈകളാണ് വാങ്ങിയത്. അപ്പോൾ ആ ഫുജീനിയയുടെ തൈന് തന്നെ 180 രൂപയാണ് ഒന്നിന്. അപ്പോൾ അവർ 180-ന് അവർ എടുത്തിട്ടുള്ളത് 150 രൂപയാണ്. അപ്പോൾ
30 രൂപ ഒന്നിൽ തന്നെ കുറച്ചിട്ടുണ്ട്. അങ്ങനെ 2 തൈകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെടി ചട്ടികളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നമ്മളോടൊരു സഹകരണമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി അത് ഞാൻ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇതിനേക്കാൾ സൗണ്ടിൽ വാഹനങ്ങളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ പറയാമെന്ന് കരുതിയ കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ, ബാക്കി കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. നോക്കുന്നിടത്തൊക്കെ ചെടികൾ, ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്ന ചെടികളൊക്കെ നമുക്ക് വാങ്ങണം, ഇന്ന പഴത്തിൻ്റെ മരങ്ങളൊക്കെ തൈകളൊക്കെ നമുക്ക് വാങ്ങണമെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാക്കാതെ പോന്നാൽ ഇവിടെ വന്നാൽ നമുക്ക് കൺഫ്യൂഷനാവും. അത്രയ്ക്ക് വെറൈറ്റി ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് വാങ്ങിക്കണം ഏത് വാങ്ങിക്കണ്ട എന്നുള്ള കാര്യത്തിൽ എല്ലാം കൊണ്ടുപോകാൻ തോന്നും. അതാണ് രസം. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ഇവിടെ ഏത് ഗാർഡനിലാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഭംഗി കിട്ടും. കാരണം അതിൻ്റെ ഒരു കൂട്ടാണല്ലോ നമ്മൾ കാണുക. ആ ഒരു കൂട്ടെന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഭംഗിയാണ്. പക്ഷേങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒന്ന് മാത്രം എടുത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വാങ്ങേണ്ടില്ലായിരുന്നു എന്ന് തോന്നും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ യൂണിറ്റി ഈസ് സ്ട്രെങ്ത്ത് എന്നൊക്കെ അല്ലേ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് യൂണിറ്റി ഈസ് ബ്യൂട്ടി എന്ന് പറയേണ്ടി വരും. കാരണം കൂടി നിൽക്കുമ്പോൾ, അതായത് കൂടി നിൽക്കുമ്പോഴാണ് അതിന് ഭംഗി. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു 2-3 എണ്ണമെങ്കിലും ഒരുപോലത്തെ വാങ്ങിയാൽ നമുക്ക് ആ ഒരു ഭംഗി വീട്ടിലും കിട്ടും ഇൻഷാ അല്ലാഹ്. ഇത് കണ്ടോ, ഒരു മുളകിനെ പോലെയാണ്. പക്ഷെ ഞാൻ ആദ്യം കരുതി മുളകാണ്. മുളകിൻ്റെ അതേ ഇലകളും അതേ പൂക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ മുളകല്ല, ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഫാൻസി മുളക്. അതായത് ജീവനുള്ളത് തന്നെ, പക്ഷേ അത് മുളകിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ കാഴ്ചയൊക്കെ വെക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മുളകല്ല, മുളക് അതിൻ്റെ അപ്പുറത്തുണ്ട് വേറെ മുന്തിരി മുളക് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ചട്ടി, പിന്നെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്നവർക്ക് അതിൻ്റെ കയറ്, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 2 ചട്ടിയാണ് വാങ്ങിയത്. കുറച്ച് അത്യാവശ്യം വലിയ ചട്ടിയാണ്. അതിന് 50 രൂപ കേട്ടോ വില. അപ്പോൾ അതിലും അവർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നമ്മൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ ഓരോന്നിൻ്റെയും വില അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഇതൊരു ബാമ്പു ആണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതൊരു വരയുള്ള ലൈൻ ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്ത്. അപ്പോൾ ഇത് വെള്ളത്തിലും വളരും. അത് വെള്ളത്തിൽ നമ്മളൊരു കുപ്പിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ അതിലും അത് വളരും. പക്ഷെ നമ്മളതിൽ കൊതുക് മുട്ടയിടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അതിന് കൊതുക് മുട്ടയിടാതിരിക്കാനായിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ആ നീര് ആ വെള്ളത്തിൽ ഉറ്റിച്ചു കൊടുത്താൽ മതി. എന്നാൽ പിന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ മണി പ്ലാന്റൊക്കെ വെള്ളത്തിൽ വെക്കുന്നവർക്ക് അതൊരു നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. കൊതുകിൻ്റെ ശല്യം ഇല്ലാതാവും. നമ്മൾ ഇതിൽ ലാസ്റ്റ് നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അതുപോലത്തെ വർക്കുകൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം, നമ്മുടെ വീട്, അതിനനുസരിച്ചിട്ട് അവർ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുമ്പൊക്കെ ഇവിടെ അലങ്കാര മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങുന്ന സമയത്തൊക്കെ അലങ്കാര മത്സ്യങ്ങളും ഇവിടുന്ന് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാറ്റി, ഗപ്പീസ് അങ്ങനത്തെ ഒക്കെ, പിന്നെ ഗോൾഡ് ഫിഷ് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവരുടെ തന്നെ വേറൊരു ഷോപ്പ് പോലെ റോഡ് സൈഡിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കയറാൻ ഇപ്പോൾ സമയമില്ലാത്ത കാരണം കയറുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ
ആഫ്രിക്കൻ മുഷി ഉണ്ടല്ലോ അതിനെ വളർത്തുന്നുണ്ട്. ഒരു 1-2 ആഫ്രിക്കൻ മുഷി അതിൽ വളർത്തുന്നുണ്ട്. പണ്ട് പ്ലാറ്റിനൊക്കെ ഇവിടുന്ന് തന്നെ ഇവർ ഇങ്ങനെ എന്താ പറയുക പ്രജനനം നടത്തിയിട്ട് അങ്ങനെയാണ് വിൽപ്പന ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുഴിയിൽ ഇപ്പോൾ 2 ആഫ്രിക്കൻ മുഷിയാണുള്ളത്. പക്ഷെ അതിനെ കാണുന്നില്ല. ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ചെടികൾ വീട്ടിലെത്തിയിട്ട് അത് നടുന്നതും അത് ചട്ടിയിലേക്ക് മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക.